1985 മുന്നറിയിപ്പ്. വയനാടിന്റെ സർവ്വ സൗന്ദര്യങ്ങളും ആവാഹിച്ച ഇടങ്ങളാണ് ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല. ഭൂമിക്ക് കണ്ണിൽ നിറഞ്ഞു കയറുന്ന പച്ചയും വിസ്മയിപ്പിക്കുന്ന കോടമഞ്ഞും സൂചിപ്പാറ വെള്ളച്ചാട്ടവുമൊക്കെ ചേർന്ന് രൂപാന്തരപ്പെടുന്ന ഇടം. പ്രദേശത്തിന്റെ ഈ സൗന്ദര്യ സാധ്യതയാണ് ചൂരൽമലയെ സജീവ ജനവാസ വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റിയത്. റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ. ചൂരൽമല ചെറുപട്ടണമായി വളർന്നു. ഒരു 4 പതിറ്റാണ്ട് പിന്നിലേക്ക് പോയാൽ ആദിവാസി ജനവിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും അവരുടെ ലയങ്ങളും മാറ്റി നിർത്തിയാൽ അപ്പോൾ 20 കുടുംബങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടം. എന്തുകൊണ്ടെന്നാൽ തദ്ദേശീയരായ വയനാട്ടുകാർക്ക് ആ ഭൂമിശാസ്ത്രം അറിയായിരുന്നത് തന്നെയായിരുന്നു. കാരണം മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും അട്ടമലയുടെയും ഒക്കെ ഉരുൾപൊട്ടൽ ചരിത്രത്തിന് വയനാടിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. അക്കാലത്ത് ദേശീയരായ വയനാട്ടുകാർ ആ പ്രദേശത്ത് പണം നൽകി ഭൂമി പാകില്ലായിരുന്നുവത്രേ. വലിയ തോതിൽ ജനസാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ അപകടങ്ങൾ വലിയ വിനാശം അക്കാലത്ത് ഉണ്ടായിത്തീരുന്നില്ല. എന്നാൽ സമീപകാലങ്ങളിലായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിന്റെ ഗ്രാഫ് പരിശോധിച്ചാൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നത് കാണാം. 1984 ജൂലൈ 1 ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. 14 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 11 ആദിവാസികളും 3 തോട്ടം തൊഴിലാളികളും മരിച്ചു. 1990